നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് ഇനി അധികാരത്തിലെത്തുമെന്ന ചോദ്യമാണ് നാലുപാട് നിന്നും ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ് ഉള്ളത്. വലിയ രീതിയിലുള്ള സീറ്റ് നേടുമെന്നും അധികാരം കൈയാളുമെന്നുമുള്ള ആത്മവിശ്വാസത്തിൽ യു.ഡി.എഫ് നിൽക്കുമ്പോൾ നിർണായകമായ ചില കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. സംസ്ഥാനത്ത് 85-ലധികം സീറ്റുകൾ നേടി യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ലീഗ് മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 21 മുതൽ 24 വരെ സീറ്റുകളിൽ വിജയിക്കും എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ ലീഗ് പങ്കുവെക്കുന്നത്. യു.ഡി.എഫ് തരംഗമുണ്ടാവുകയാണെങ്കിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നും ലീഗ് വിലയിരുത്തുകയാണ്. ലീഗ് നടത്തിയ സർവേയുടെയും കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിന് ശേഷമുള്ള നിഗമനവും പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാണക്കാട് കുടുംബാംഗങ്ങൾ നേരിട്ട് പ്രചാരണം നയിച്ചത് ഗുണം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ ന്യൂനപക്ഷ ഏകീകരണം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. താഴേത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നും ലീഗ് വിലയിരുത്തുന്നു. മലപ്പുറത്ത് ലീഗ് മത്സരിച്ച 12 സീറ്റിലും വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഐക്യത്തോടെ കോൺഗ്രസ് പ്രവർത്തിച്ചത് നേട്ടമുണ്ടാക്കി എന്നും ലീഗ് വിലയിരുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യു.ഡി.എഫ് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പോളിംഗ് ശതമാനം ഉയർന്നതും വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷയായിട്ടാണ് യു.ഡി.എഫ് ക്യാമ്പ് കാണുന്നത്. അതേസമയം 100 സീറ്റ് നേടി യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത്. കൃത്യമായ ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ യു.ഡി.എഫ് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു.ഡി.എഫ് ക്യാമ്പ്. എന്തായാലും മെയ് 4-ന് പെട്ടി തുറക്കുമ്പോൾ എന്താണ് കേരളം കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം.